നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ദിലീപ് കേസിൽ അതിജീവിതം നേരിട്ട പ്രശ്നങ്ങളാണല്ലോ ഇപ്പം നമ്മളെല്ലാം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ വിഷയമാണ് ഞാൻ ഇന്ന് വക്കീലിനോട് ചോദിക്കാൻ പറ്റും. വക്കീൽ, ഞാൻ ചോദിക്കുന്നത് ഈ അതിജീവിതയുടെ ഒരു ധൈര്യം അതിനെങ്ങനെയാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ വിലയിരുത്തുന്നത്? അതിജീവിത കാരണം അവർ തന്നെയാണല്ലോ. ഞാനൊരു വിക്ടിമല്ല, ഞാൻ ഇരയല്ല. അതിജീവിത എന്നൊരു പേര് തന്നെ അതിജീവിത അവർ തിരഞ്ഞെടുത്ത് അവർക്ക് തന്നെ കൊടുത്താണ്. കാരണം അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പവറുണ്ട്. കാരണം അതിജീവിത എന്ന് പറയുമ്പോൾ അതിനെ ജീവിച്ചവൾ, അതായത് അവളുടെ ജീവിതത്തിൽ എന്തോ ഒരു സംഭവം നടന്നു, പക്ഷെ അതിൻ്റെ മേലെ അവൾ ജീവിതം വിജയിച്ചവൾ എന്നാണ് അവൾ തന്നെ അതിന് പേര് കൊടുത്തത്. കോടതിയിൽ എന്ന് പറയുമ്പോൾ കോടതിയിൽ തെളിവുകൾ നിരത്തുന്നതും അവിടെ വാദപ്രതിവാദങ്ങളും ഒക്കെ വരുമ്പോഴാണല്ലോ അവിടെ ഒരു നീതി എന്ന് പറയുന്ന വിജയം എന്ന് പറയുന്നത്. അത് ആർക്കാണോ വിജയം, ആരുടെ വശത്താണോ എന്ന് പറയും. വിജയം നീതി ജയിക്കും എന്ന് പറയാൻ പറ്റുമോ? 20 വക്കീലന്മാർ ഡൽഹിയിൽ നിന്ന് വരെ വക്കീലന്മാരെ ഇറക്കി കളിക്കുന്നു. ഇപ്പൊ ഒരു നിരപരാധിയാണ് താനെങ്കിൽ തന്റെ കേസ് എന്താണെന്ന് കൃത്യമായി അയാൾക്ക് ബോധ്യപ്പെടുത്തേണ്ടതേ ഉള്ളൂ. 20 വക്കീലന്മാരുടെ ബുദ്ധിയും അതിന്റെ കൂടെ ഈ ഇതെല്ലാം ആസൂത്രണം ചെയ്ത കാഞ്ഞ ബുദ്ധിയും എല്ലാം കൂടി പ്രവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിനകത്ത് ഈ പ്രതിഭാഗം അല്ലെങ്കിൽ വാദിഭാഗം പരാജയപ്പെട്ടു എന്നുള്ളത് വലിയ പരാജയമായിട്ട് കണക്കാക്കേണ്ടതുണ്ടോ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതിഭാഗത്തിന് 20 വക്കീലന്മാർ നിന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട് വക്കീലന്മാർ. ഇര അതിജീവിത എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. സ്ത്രീത്വമുള്ള അവരുടെ ജീവിതത്തിൽ നേരിട്ട ഒരു ഭയാനകമായ ആ സിറ്റുവേഷനെ തുറന്ന് പറഞ്ഞ് എനിക്ക് നീതി വേണമെന്ന് പറഞ്ഞ് നമ്മുടെ ഇന്ത്യയിലെ നീതി സംവിധാനമായ നീതിപീഠത്തിൻ്റെ മുന്നിലേക്ക് വന്ന ഒരു അതിജീവിതയാണ്, ഒരു സ്ത്രീയാണ് അവർ. അപ്പം അവിടെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പേര് പ്രാഗൽഭ്യമല്ല. ഓരോ കേസും ഓരോ ഇൻസിഡൻറ്റും വരുമ്പോൾ പ്രാഗൽഭ്യമല്ല നമ്മൾ തെളിയിക്കേണ്ടത്, നീതിയാണ് ഉറപ്പുവരുത്തേണ്ടത്. ഇപ്പോൾ ഒരു കേസ് ജയിക്കുക തോൽക്കുക എന്ന് പറയുന്നതിൽ നീതി ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. യഥാർത്ഥ ഇരയല്ല അതിജീവിത, അതായത് നീതി അർഹിക്കുന്ന ആ വ്യവഹാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാർട്ടിക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ജനങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം. അല്ലാതെ ആര് ജയിച്ചു, ഏത് വക്കീലിനെ വെച്ചു, അവരെത്രത്തോളം വക്കീലന്മാരെ നിരത്തിയിട്ടുണ്ട്, ജുഡീഷ്യൽ ഓഫീസർ എന്താണ് വിധിച്ചിട്ടുള്ളത്, അത് അർഹിക്കപ്പെട്ടവർക്കുള്ള നീതിയാണോ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതും. അത് അങ്ങനെ അല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന ആ അവസരത്തിൽ തന്നെ നമുക്ക് ഈ സംവിധാനത്തെ ചോദ്യം ചെയ്യാനുള്ള അവകാശവും നമ്മളെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. സമ്പത്തുണ്ടെങ്കിൽ നമുക്ക് നീതിയെ തിരിച്ചു മറിക്കാം എന്ന് തോന്നുന്ന രീതിയിലാണ് ഇപ്പോൾ ദിലീപ് കോടിക്കണക്കിന് രൂപ ഇറക്കി 26 സാക്ഷികളെ മാറ്റി പറയിപ്പിച്ചു. കാരണം നടിയുടെ നമുക്ക് കോടതി വിധിക്ക് കാരണമായിട്ടുള്ളത് നടിയുമായിട്ടുള്ള വൈരാഗ്യം തെളിയിക്കാൻ കോടതിയിൽ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു. നടിയുമായിട്ടുള്ള വൈരാഗ്യം തെളിയിക്കാൻ കഴിഞ്ഞത് ഭാമ എന്ന നടിയോട് ഈ അതിജീവിത ഇവിടെ മുന്നിൽ വെച്ച് പറഞ്ഞത്, നിന്നെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും, നീ എന്നോട് കളിച്ചാൽ നിന്നെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് പറഞ്ഞ് ആ ഒരു വാക്കുണ്ടായിരുന്നു. അത് പോലീസിൽ കൊടുത്ത മൊഴിയിൽ ഭാമയത് കോടതിയിലത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തിരുത്തി പറയുകയും ചെയ്തു. അപ്പം ഇങ്ങനെ സാക്ഷികളെയൊക്കെ വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ ഈ നീതിക്കും ന്യായത്തിനും ഒക്കെ എന്താണ് വിലയുള്ളത്? നീതിക്കും ന്യായത്തിന്, അതായത് അന്യായക്കാരൻ്റെ അന്യായ കോടതികളാണല്ലോ, ന്യായക്കാരൻ്റെ ന്യായ കോടതി അല്ലല്ലോ. അപ്പോൾ ഈ നീതി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ജനാധിപത്യത്തിൽ നമ്മൾ ജുഡീഷ്യൽ സംവിധാനങ്ങൾ നീതിയുക്തമായിട്ട് തന്നെ വിധിക്കണം എന്നുള്ളതാണ്. അവിടെ സമ്പത്തോ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ പൊസിഷനോ ഒന്നും നമ്മൾ വകവയ്ക്കാതെ നീതിക്ക് വേണ്ടി തന്നെ ജുഡീഷ്യൽ ഓഫീസേഴ്സ് നിലനിൽക്കണം എന്നാണ് ഒരു വക്കീലെന്ന നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമ്മൾ ഇപ്പം ജനാധിപത്യത്തിൻ്റെ എല്ലാ തൂണുകളും ദ്രവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം അതിൻ്റെ ഒരു ഭാഗമാണ് ജുഡീഷ്യറിയും. അപ്പം അതിൻ്റെ ആ ദ്രവിച്ച ഭാഗമാണ് ഇങ്ങനെയുള്ള വിധികളായിട്ട് നമ്മൾ പുറത്തേക്ക് നമ്മൾ അതിനുള്ള സാക്ഷികളായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ആരാണ് ഉണരേണ്ടത്? ജനങ്ങളാണ്. ജനങ്ങളുടെ പൊതുബോധം, നീതിബോധം ഉണരണം. കാരണം നമ്മളുടെ കുടുംബത്തിലെ ഒരാൾക്ക് ഇത് സംഭവിക്കും നാളെ, നമ്മളുമായി ബന്ധപ്പെട്ട അല്ലെ നമ്മളെ സഹോദരങ്ങൾ, നമ്മളെ സുഹൃത്തുക്കൾ ഇത് സംഭവിക്കും. കാരണം നമ്മൾ നീതി ലഭിക്കേണ്ട സ്ഥാനത്ത് നീതിയുക്തമായി നിലനിൽക്കുകയും നീതിയുക്തമായ വിധികൾ വരികയും ചെയ്യുന്നില്ല എങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും ജീവൻ ഭീഷണിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് ജനങ്ങൾ
തിരിച്ചറിയണം. അതിന് എന്ത് വേണം, നമുക്ക് നീതി കിട്ടാത്ത സ്ഥലങ്ങളെല്ലാം നമുക്ക് ബോയ്ക്കോട്ട് ചെയ്യാനുള്ള അവകാശങ്ങളും അധികാരങ്ങളും അതിനെ തിരുത്താൻ. കാരണം തെറ്റ് ചെയ്യുന്നവരെ കൊണ്ടല്ല, തെറ്റ് കണ്ടിട്ടും അത് ചൂണ്ടിക്കാണിക്കാത്തവരെ കൊണ്ടാണ് നാട് നശിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ജുഡീഷ്യറിക്ക് എന്തുമാകാം എന്നൊന്നും ജനാധിപത്യത്തിലില്ല. ജുഡീഷ്യറി എന്തിനാ നിലനിൽക്കുന്നത്? ചോദ്യം ചെയ്യാൻ പാടില്ല. ജുഡീഷ്യറി ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് ആര് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന്? ഇവിടുത്തെ ഈ ജനങ്ങളല്ലേ, ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല, ജനങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പാടില്ല. കോടതി ഇപ്പോൾ അത് വിലക്കിയിരിക്കുകയാണല്ലോ, അങ്ങനെ ഒരു സംഭവം പറയാൻ പാടില്ല. കോടതി വിധി, കോടതി നടന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ പാടില്ല. അതായത് അതിനകത്ത് ആദ്യം വന്നിരുന്ന ഒരു കേൾവി എന്ന് പറഞ്ഞാൽ ജഡ്ജി ഇദ്ദേഹം വരുമ്പോൾ എണ്ണീറ്റ് നിന്നു. ഒരു എന്താ സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന ഒരു രീതിയിലായിരുന്നു, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സ്കോർ ഇല്ലാതെ പോയി എന്ന് മാത്രമേ പറയുന്നുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളൊന്നും പിന്നീട് ചർച്ചയ്ക്ക് വെക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു. അല്ല, ജുഡീഷ്യറി എന്ന് പറയുന്നത് ആരുടെയും കുടുംബ ട്രസ്റ്റ് അല്ലല്ലോ. ഇത് ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് നീതി നടപ്പാക്കാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംവിധാനമാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ആ നീതി എന്ന് സംശയം തോന്നുന്നു, ആ നീതി നടപ്പാക്കുന്ന കാര്യത്തിൽ എന്ന് ജനങ്ങൾക്ക് സംശയമായി സമൂഹത്തിന് വെല്ലുവിളിയായിട്ടുള്ള പെരുമാറ്റങ്ങൾ ആ സംവിധാനത്തിൽ നിന്നുണ്ടാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശവും അധികാരവും ജനങ്ങൾക്കുണ്ട്. കാരണം അത് ഒരു കുടുംബ ട്രസ്റ്റായി മാറാനോ അല്ലെങ്കിൽ മറ്റ് ലോബികൾ അതിനകത്ത് കയറി പ്രവർത്തിക്കാനോ അതിൻ്റെ അധിനിവേശം അതിൻ്റെ അകത്ത് വരാതിരിക്കാനോ ആരാണ് ശബ്ദം ഉയർത്തേണ്ടത്? ജനങ്ങളാണ്. ജനങ്ങൾ സംഘടിക്കണം, ജനങ്ങൾ പ്രതികരിക്കണം. പിന്നെ ഇങ്ങനെ പറയുന്ന എന്താ വെച്ചാൽ നമ്മൾ ഈ ജുഡീഷ്യറിയെ ക്വസ്റ്റ്യൻ ചെയ്യാനല്ല, ജുഡീഷ്യറിയെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആ ജുഡീഷ്യറി എന്ന ഒരു ചെയറുണ്ട് അല്ലേ, ആ നീതിപീഠമുണ്ട്, സത്യമേവ ജയതേ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. നമ്മളെല്ലാം പോയി വണങ്ങുന്നത് അതിലുള്ള വിശ്വാസം കൊണ്ടാണ്. നമ്മൾ ഓരോരുത്തരും ജുഡീഷ്യറി കോടതി റൂമുകളിൽ കയറുമ്പോൾ വണങ്ങുന്നത് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം കൊണ്ടാണ് അല്ലേ. അപ്പം നമ്മൾ അവിടെ ചോദ്യം ചെയ്യുന്നത് ആ ചെയറിൽ അതാത് കാലഘട്ടങ്ങളിൽ ഇരിക്കുന്നവർ അവിടെ പുഴുക്കുത്തുകളായി മാറുമ്പോൾ അവിടെയാണ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ജുഡീഷ്യറിയല്ല. ജുഡീഷ്യറി എന്നൊരു നമ്മുടെ സംവിധാനത്തെ പുഴുക്കുത്തുകൾ കയറിയിരുന്ന് മലിനമാക്കുമ്പോൾ, അനീതിപരമായ രീതിയിൽ നീങ്ങുമ്പോൾ, ജനങ്ങൾക്ക് ഹത്യ രീതിയിൽ നീങ്ങുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ജുഡീഷ്യറി നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. ആ സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ ചെയ്യുന്ന രീതികൾക്കാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അത് തെറ്റാണല്ലോ. ആ വ്യക്തിയുടെ കുഴപ്പം കൊണ്ടാണ്, അല്ലാതെ ജുഡീഷ്യറിയുടെ കുഴപ്പം കൊണ്ടല്ല. നമ്മൾ നിയമത്തിന്റെ കുഴപ്പമല്ല, ജുഡീഷ്യറിയുടെ കുഴപ്പമല്ല, നമ്മുടെ സംവിധാനങ്ങളുടെ കുഴപ്പവുമല്ല. അതാത് പൊസിഷനിൽ ഇരിക്കുന്ന അതാത് കാലഘട്ടത്തിലുള്ള വ്യക്തികളുടെ, ഞാൻ പറയുന്ന പുഴുക്കുത്തുകളുടെ മൊത്തമായി നമ്മൾ എടുത്ത് അവലോകനം ചെയ്യുമ്പോൾ എല്ലാ സംവിധാനങ്ങളിലും, ഈ നോട്ട് ഓൺലി ഇൻ ദ ജുഡീഷ്യറി, പോലീസ് സംവിധാനങ്ങളിൽ, അപ്പം അത് തൊട്ട് തുടങ്ങുകയാണ്. കാരണം ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എവിടെയാണ് അന്വേഷണങ്ങൾ ആരംഭിക്കുന്നത്, മൊഴി എവിടെയാണ് ആരംഭിക്കുന്നത്, FIR എവിടെയാണ് ആരംഭിക്കുന്നത്, അവിടം തൊട്ട് പുഴുക്കുത്തുകളാണെങ്കിൽ അതിനെ തൊട്ട് ബോധവൽക്കരിച്ച് അത് പ്രതികരിക്കുന്നു. ഇതുപോലെ അതിജീവിതയെ പോലെ ഇത്രയും തൻ്റെടവും വ്യക്തിത്വമുള്ള സ്ത്രീകൾ പ്രതികരിച്ചു തുടങ്ങുമ്പോൾ അവിടെ തൊട്ടാണ് ഈ ഇതിലെ പുഴുക്കുത്തുകൾ അവരുടെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നീതിപീഠത്തിലെത്തി വിധി പ്രസ്താവിക്കുന്നത് വരെ ഈ പുഴുക്കുത്തുകളുടെ ചെയിനാണ് അവിടെ ഉള്ളതെങ്കിൽ നമുക്കൊരിക്കലും നീതി കിട്ടില്ല. പക്ഷെ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പ്രതികരണം തുടങ്ങണം, സംഘടിക്കണം, സംവിധാനങ്ങൾ നേരെയാക്കി ഇടാനുള്ള ഉത്തരവാദിത്തം പൗരനിൽ നിക്ഷിപ്തമാണ്. പക്ഷേ ഇപ്പം ഒരു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തികൾക്ക് പ്രസംഗത്തിൽ പോലും ഇങ്ങനെ ഈ വിഷയം ചർച്ച ചെയ്യാനോ അത് കോടതിയുടെ നേരെ അല്ലെങ്കിൽ ആ വിധിയുടെ നേരെ വിരൽ ചൂണ്ടാനോ കഴിയാത്ത രീതിയിൽ ഉള്ള നടപടികളാണല്ലോ ഇപ്പം വരുന്നത്. ഇപ്പം ഞാൻ പല 2 വർഷത്തേക്ക് ജാമ്യമില്ലാതെ അകത്താകുന്ന. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ പരമ്പരാഗത ചോദിക്കട്ടെ. കാരണം അങ്ങനെയാണെങ്കിൽ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത, കോടതി ഇത്രയും സേഫ് ആയിട്ടുള്ള റൂമിൽ പ്രൊഡ്യൂസ് ചെയ്ത മെമ്മറി കാർഡ് അവിടുന്ന് എങ്ങനെ ഓപ്പൺ ചെയ്യപ്പെട്ടു, അവിടുന്ന് എങ്ങനെ മാറ്റപ്പെട്ടു? അത് ചോദ്യം ചെയ്യപ്പെടുന്ന പിന്നെ ആരാ ചോദ്യം ചെയ്യേണ്ടത്? കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞ, കോടതി ഓഫീസിൽ ഹാജരാക്കി കഴിഞ്ഞ് ബന്ധവസലായി കഴിഞ്ഞിരിക്കുന്ന ആ മെമ്മറി കാർഡ് എങ്ങനെ ലീക്കായി? അത് 2 വർഷം കഴിഞ്ഞാണല്ലോ. അപ്പൊ അതിനെ ആരും ചോദ്യം ചെയ്യരുത്. കോടതിയിലൊക്കെ എന്തെങ്കിലും നടക്കും, എന്തെങ്കിലും ചെയ്യും, എന്തെങ്കിലും വിധിക്കും എന്നാണോ അതിനകത്ത് അർത്ഥമാക്കിയിരിക്കുന്നത്? അതാണോ ജനങ്ങൾ ഉദ്ദേശിക്കേണ്ടത്? ഞങ്ങളിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, നിങ്ങൾ അതൊക്കെ സഹിച്ചോ എന്നാണോ ഉദ്ദേശിക്കുന്നത്? 28 സാക്ഷികൾ കൂറുമാറുന്നു. ഈ സാക്ഷികളെ കൂറുമാറ്റാനായിട്ട് ഒരു മന്ത്രിയുടെ
PA തന്നെ ഡയറക്റ്റ് പോയിട്ട് ആ ആളിനെ പോയി കാണുന്ന വീഡിയോസൊക്കെ നമ്മൾ നേരത്തെ പുറത്തു വന്ന് അവർ അങ്ങനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ഇപ്പം തന്നെ രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ ഇറങ്ങിയിട്ട്, രണ്ടാം പ്രതി എന്ന് പറയുന്ന ആളാണ് ശരിയായിട്ട് ഒന്നാം പ്രതിയാകേണ്ടത്. ഈ ആളിനെ വിശ്വസിച്ച് കാറിൽ കയറി ആ ഡ്രൈവർ ആയിരുന്ന ഈ മാർട്ടിൻ കൊണ്ടുവന്ന് ഇവരുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് നാടകം കളിച്ച് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും അവൻ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു. ഇന്നടത്തായി ഇതാ വരുന്നു, ഇന്ന വണ്ടിയാണ് എന്നുള്ള മെസ്സേജ് എല്ലാം കൊടുത്ത് അവരെ തയ്യാറാക്കി നിർത്തി കൂട്ടിക്കൊടുത്തവനാണ് ഈ മാർട്ടിൻ. ആ മാർട്ടിൻ ഇപ്പോൾ നല്ല പിള്ളയായിട്ട് വന്ന് ദിലീപ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നല്ലോ. അല്ല, ഈ ചെയ്ത ഈ രക്ഷപ്പെട്ട പ്രതിയൊക്കെ സൽപുത്രന്മാരായിരുന്നെങ്കിൽ എന്തിനാണ് ഈ സാക്ഷിമൊഴി മാറ്റാനായിട്ട് ഇത്രയും തത്രപ്പെട്ട് ഇവർ മൊഴി മാറ്റാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ടിയത്? കാരണം അവർ സൽപുത്രന്മാരായിരുന്നെങ്കിൽ ഇവർ എന്തിനാ ഇതിന് പിന്നാലെ ഇത്രയും റിസ്ക് എടുത്തത്? വിരിക്കട്ടെ, കോടതി കണ്ടെത്തിക്കോളും എന്നൊരു രീതിയിൽ അവർ നിന്നാൽ പോരെ. അപ്പോൾ ഈ മൊഴി മാറ്റുക, അവർ കണ്ടു, അവർ പറഞ്ഞ സത്യം അതാണ്, അതിനകത്തൊരു ക്രിമിനൽ കോൺസ്പിറസി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, ഗൂഢതന്ത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമായതുകൊണ്ട് അതിനെ ഭയപ്പെട്ടുകൊണ്ട് കാണിച്ചിരിക്കുന്ന നാടകങ്ങളും പേക്കൂത്തുകളുമാണ് ഇതൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെ ബഹുമാനപ്പെട്ട കോടതി വിലയിരുത്തിയത് നിർഭാഗ്യവശാൽ വേറൊരു തരത്തിലായിപ്പോയി എന്നുള്ളത് ജനങ്ങൾക്ക് കോടതിയോടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിൽ ഇത്തരം വിധികൾ മേലിൽ വരാതിരിക്കാൻ ജനങ്ങൾ പ്രതികരിക്കണം, അവർ ശബ്ദമുയർത്തണം, അവരുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉപയോഗിക്കണം, അവരുടെ ജനാധിപത്യത്തെ അവർ കാത്തു സൂക്ഷിക്കണം, അവരുടെ ജുഡീഷ്യറിയെ സംരക്ഷിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ജനങ്ങളുടെ വികാരമനുസരിച്ച് വിധി പറയാനല്ല കോടതി ഇരിക്കുന്നത്. അവരുടെ മുന്നിൽ വരുന്ന സാക്ഷികളുടെയും ഡോക്യുമെന്റ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് വിധി പറയുന്നതെന്ന് പറയുമ്പോൾ അതിനെങ്ങനെ ഒരു സാധാരണക്കാരന് അതല്ല എന്ന് പറയാൻ പറ്റും? നിങ്ങളെപ്പോലുള്ള വക്കീലന്മാർക്ക് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ കണ്ടതുകൊണ്ടും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ട് അല്ലേ? നിങ്ങൾ അതാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഇവിടെ ഒരു അനുമതി നടത്തപ്പെട്ടിട്ടുണ്ടെന്നോ? അല്ല, ഇതിലിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫാബ്രിക്കേഷൻ, അതായത് ഫാൾസ് ഡോക്യുമെന്റ്സ് ഒരുപാട് കോടതിയിൽ ഹാജരാക്കപ്പെടുന്നുണ്ട്. ഇപ്പം ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ കോടതിയിൽ ഒരു വിവേചനാധികാരമുണ്ട് കോടതിക്ക്. ആ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് തന്നെ വിധി പ്രസ്താവിക്കാനുള്ള ഫുൾ പവർ ജുഡീഷ്യറിയിൽ ഇരിക്കുന്ന ജുഡീഷ്യൽ ഓഫീസേഴ്സിനുണ്ട്. അത്തരം പവർ അവർ ഉപയോഗിക്കണമെന്നാണ് എനിക്ക് അവരോട് അപേക്ഷിക്കാനുള്ളത്. ഇപ്പം ഹൈക്കോടതിയിലെ ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഇപ്പം നിലവിൽ കഴിഞ്ഞ പ്രാവശ്യം പ്രസിഡന്റ് ആയിരുന്ന യശ്വന്ത് ഷേണായിക്ക് ഒരു ഊമക്കത്ത് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ വന്നിട്ടുണ്ട്. വിധി പ്രസ്താവിക്കുന്നതിനും ദിവസങ്ങൾക്ക് മുന്നെയാണ് ആ ഊമക്കത്ത് അവിടെ കിട്ടിയിട്ടുള്ളത്. ആ അഭിഭാഷകൻ അതിനെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. അത് എത്തേണ്ടടുത്ത് ശ്രദ്ധയിൽപ്പെടുത്താൻ ആ അഭിഭാഷകന് സാധിച്ചു എന്നുള്ളതാണ്. പക്ഷെ അത്ര പോലും തൻ്റെ ജുഡീഷ്യൽ ഓഫീസർ എന്നതിൻ്റെ അധികാര പരിധിയിലുള്ള ഓഫീസിലെത്തിയ മെമ്മറി കാർഡ് അവിടുന്ന് മാറ്റപ്പെട്ടപ്പോൾ അത് ബന്ധപ്പെട്ടവരെ അറിയിക്കാനുള്ള ആർജവം, ഹാഷ് വാല്യൂ മാറ്റപ്പെട്ടപ്പോൾ അത് ബന്ധപ്പെട്ടവരെ അറിയിക്കാനുള്ള ആർജവം ആ ജുഡീഷ്യൽ ഓഫീസർ കാണിച്ചില്ല. ആ മൂമക്കത്ത് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കൊടുത്ത ആ ആർജവം, എത്തേണ്ട ആ ആർജവം എന്തുകൊണ്ട് ഈ ജുഡീഷ്യൽ ഓഫീസർ കാണിച്ചില്ല? അങ്ങനെയുള്ള കേസുകളിൽ ഇരയ്ക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ ഉള്ള മാർഗങ്ങളുണ്ടോ ഇനിയും? തീർച്ചയായിട്ടും അവർക്ക് അവരുടെ എവിഡൻസ് അവർ പ്രൊഡ്യൂസ് ചെയ്ത എവിഡൻസ് എല്ലാം അവരുടെ റൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടി കോടതിയുടെ മുന്നിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അവർക്കതിനുള്ള റൈറ്റ് ഉണ്ടല്ലോ. പക്ഷെ അവിടെയെല്ലാം ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്രിമിനൽ മൈൻഡും നിഗൂഢതകളിൽ നിന്ന് കോൺസ്പിറസിയിൽ നിന്ന് വേറൊരു കോൺസ്പിറസിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോബി, ഒരു ചെയിൻ വർക്കൗട്ടായിരിക്കുന്നു. ഇതിനെ സർവൈവ് ചെയ്ത് അതിജീവി എത്തിപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വരുന്നുണ്ട്. ഇത് എത്രത്തോളം ഇത് കൊണ്ടുപോകും, ഇത് എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടിയാണ് ഇത് കൊണ്ടുപോകുന്നത്? ഇനി അപ്പീൽ കോടതിയിൽ പോകുക, അപ്പലേറ്റ് കോടതിയിലേക്ക് പോകുക, അവിടുന്ന് പിന്നെയും ഡ്രാഗ് ചെയ്യപ്പെടുക, എത്ര വർഷങ്ങൾ ഇത് എടുക്കും? ആരുടെ നേട്ടം? അടുത്തൊരു കോടതിയിലേക്ക് പോകുമ്പോൾ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ വീണ്ടും പരിശോധിക്കപ്പെടുമല്ലോ. അക്കൂട്ടത്തിൽ ഈ മെമ്മറി കാർഡും പരിശോധിക്കപ്പെടുമല്ലോ. അപ്പൊ ഈ മെമ്മറി കാർഡിനകത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഈ കേസിന്റെ വിജയത്തിന് അനുകൂലമല്ലാതായി മാറില്ലേ? അല്ല, ഈ
ഈ മെമ്മറി കാർഡും അതുപോലെ അതിജീവിതയെ 20 വക്കീലന്മാർ, പ്രതിഭാഗം വക്കീലന്മാർ നിരന്ന് നിന്ന് മെൻ്റലി ടോർച്ചർ ചെയ്ത് അബ്യൂസ് ചെയ്ത ഒരു അന്തരീക്ഷം ആ കോടതി മുറിയിലുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഒരു ജുഡീഷ്യൽ ഓഫീസർ എന്ന് പറയുന്ന കോടതിയിലുണ്ടാകുന്ന അരക്ഷിതാവസ്ഥയെ ഹാൻഡിൽ ചെയ്ത് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ, ഹെൽത്തി അറ്റ്മോസ്ഫിയറിൽ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള വിവേചനാധികാരം, പവർ, വിവേകമുണ്ടായിരിക്കണം ഒരു ജുഡീഷ്യൽ ഓഫീസേഴ്സിന്. ഇപ്പോൾ ഈ അതിജീവിത മൊഴി ഈ പറഞ്ഞ പ്രകാരം നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു വിവേകം അവരവിടെ കാണിച്ചിട്ടില്ല. അത് ആർക്കു വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ക്വസ്റ്റ്യൻ. നീതി കിട്ടില്ല ഈ രീതിയിൽ പോയാലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെ, 2 വക്കീലന്മാർ മാറി എന്ന് മാത്രമല്ല, ഈ ജുഡീഷ്യൽ ഓഫീസറുടെ മുകളിൽ അവർക്ക് സംശയമുണ്ടായിരുന്നു. അന്ന് തന്നെ അവരതിന് സുപ്രീം കോടതി വരെ പോയിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പം ഇങ്ങനെ ഇവർക്ക് മാറാമെങ്കിൽ മാറാമായിരുന്നല്ലോ. കാരണം ഏതൊരു ഓഫീസർ ഇരിക്കുന്നു, ഏതൊരു വക്കീൽ കേസ് വാദിക്കുന്നു എന്നുള്ളതല്ല, ഇരയായ എനിക്ക് നീതി കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിൽ പ്രാധാന്യം. അല്ലാതെ എൻ്റെ പെർഫെക്ഷനിസം കാണിക്കാനല്ല, എൻ്റെ എക്സ്പെർട്ടൈസേഷൻ കാണിക്കാനുള്ളതല്ല, ഇവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാനുള്ളതാ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇരയെ വലിച്ചു കയറുന്നത് 10-20 വക്കീലന്മാർ ഇറങ്ങിയിട്ട് കരഞ്ഞുകൊണ്ട് നടി ഓടിച്ചെന്ന് കോടതിയിൽ നിന്ന് ഇറങ്ങി കാറിൽ ഓടിക്കേറി കരയുന്ന ഒരു രംഗം ഉണ്ടായിരുന്നത് അതൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് പ്രോസിക്യൂഷൻ്റെ വക്കീലിന് എന്ത് ചെയ്യാൻ കഴിയും? തുടർന്ന് പോകാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റും. കാരണം സ്വാഭാവികമായിട്ടും അവിടെ അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ ആരാണ് അവിടെ പ്രശ്നം ഉണ്ടാവുക, ആർക്കാണ് അവിടെ സമ്മർദ്ദം ഉണ്ടാവുക? സ്വാഭാവികമായിട്ടും വരുന്ന പ്രോസിക്യൂട്ടേഴ്സ് എല്ലാം മാറുന്നു അല്ലേ? വീണ്ടും പ്രോസിക്യൂട്ടറെ വെക്കാൻ ആരെ വെക്കേണ്ടത്? ഗവൺമെൻറ് വെക്കണം അല്ലേ? ഗവൺമെൻറ് വെക്കണം. അപ്പോൾ അവർക്ക് വീണ്ടും അത് ഉണ്ടാവണമായിരുന്നു. അവിടെ ഞാനായിരുന്നു എങ്കിൽ ഞാൻ അതാണ് ഞാൻ ചെയ്യുക. കാരണം എനിക്കിത് കണ്ടിരിക്കാൻ പറ്റില്ല. എൻ്റെ എക്സ്പെർട്ടൈസേഷനോ ഇവർക്ക് വെറുതെ മനസ്സിലാവാത്ത ആൾക്കാരുടെ മുന്നിൽ പിന്നെയും നമ്മൾ വാദിച്ചുകൊണ്ടിരിക്കലല്ല. ആ കുട്ടി അനുഭവപ്പെടുന്ന മനുഷ്യ ജീവനാണ്, അവരുടെ വികാരത്തിനാണ് പ്രാധാന്യം, അവരുടെ ആ സമയത്ത് സർവൈവലാണ് പ്രാധാന്യം. മെൻ്റലി ഫിസിക്കലി അവർ ട്രോമയിലേക്ക് പോകുമ്പോൾ അത് ആ സ്പോട്ടിൽ തന്നെ സ്റ്റോപ്പ് ചെയ്ത് അവരെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിലേക്ക് മാറ്റിവിടേണ്ട ഒരു ഉത്തരവാദിത്വം മനുഷ്യനിൽ നമ്മൾ ഓരോരുത്തർക്കും ഇല്ലേ? ഈ മനുഷ്യനായിട്ടല്ലേ നമ്മൾ ഈ വക്കീലായതും ജുഡീഷ്യൽ ഓഫീസറായതും പിന്നെ പോലീസ് ഉദ്യോഗസ്ഥനായതും പാർട്ടിക്കാരനായതും ഒക്കെ ഇതിന് ശേഷമല്ലേ? അപ്പോൾ ഈ മനുഷ്യത്വം ഇല്ലാതെ നമ്മൾ ഇവിടെയൊക്കെ ഇരുന്നിട്ട് എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? എന്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ജനങ്ങൾക്ക്? ഈ ബേസിക്കായിട്ട് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒരു ഗുണം മനുഷ്യനില്ലെങ്കിൽ പിന്നെ അവൻ എങ്ങനെ പെരുമാറുക? ആ സ്ഥാനത്ത് ഇരുന്നിട്ട് എങ്ങനെയാണ് പെരുമാറുക? അതാണ് ഇതിൻ്റെയൊക്കെ ഉത്തരം. അതാണ് ബേസിക്കായിട്ട് ഞാൻ മനുഷ്യനാണ്, ഞാൻ മനുഷ്യ സ്ത്രീയാണ്, എനിക്ക് വേണ്ട ബേസിക് ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന സ്ഥാനത്തിരിക്കുന്ന ആളാണ്, ഞാൻ പറയുന്ന അനുസരിച്ചോളണം എന്ന് പറയുന്ന ഒരു മൊണോപ്പൊളി ആയിട്ട്, ഒരു ആധികാരികമായിട്ട് നമ്മൾ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും സൈക്കോപാത്തുകൾ വാഴുന്ന കേരളം എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. ഇത്ര സിറ്റുവേഷനിലൊക്കെ സൈക്കോപാത്തുകളാണ് ഇവിടെ വാണുകൊണ്ടിരിക്കുന്നത് അല്ലേ? നോർമലായിട്ടുള്ള ഒരു വ്യക്തിത്വമുള്ള ഒരാൾക്ക് പോയിട്ട് കയറാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല ജുഡീഷ്യറി എന്ന് അവിടുത്തെ സിസ്റ്റവും ഒക്കെ നമുക്കിപ്പോൾ അതിജീവിതം സംസാരിക്കുമ്പോഴും എൻ്റെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസിലും എനിക്കും അതുതന്നെയാണ് പറയാനുള്ളത്. കോടതി കുറച്ചും കൂടി സുതാര്യമായും മാനവികതയിൽ നിന്നുകൊണ്ടും മനുഷ്യത്വപരമായും ജനങ്ങളുടെ വികാരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടും നിലകൊള്ളണം എന്നുള്ളതാണ് എനിക്ക് ജുഡീഷ്യറിയോട് അപേക്ഷിക്കാനുള്ളത്. അല്ല, ഇതിനകത്ത് പിന്നെ 28 സാക്ഷികൾ കൂറുമാറുന്നു. അതുപോലെ തന്നെ 20 വക്കീലന്മാർ ഇതിനുവേണ്ടി പോസ്റ്റ് ചെയ്യുന്നു. ഡൽഹിയിൽ നിന്ന് പ്രത്യേക വക്കീലിനെ ഇറക്കിക്കൊണ്ടുവരുന്നു. അവരെയൊക്കെ അവരോടൊക്കെ അടിച്ചു നിൽക്കാനായിട്ട് മാത്രം പ്രാപ്തരല്ലായിരുന്നു നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടറെന്നോ അല്ലെങ്കിൽ മിനി വക്കീലെന്നോ നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ അതിനെ സമ്മതിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. കാരണം ഇവിടെ ഡൽഹിന്നല്ല, ഇതിപ്പോൾ എവിടുന്ന് വക്കീലന്മാരെ ഇറക്കുന്നു അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ വലയം ചെയ്യപ്പെടുന്നു എന്നൊന്നും അല്ലല്ലോ ഇതിൽ പ്രാധാന്യം. അവിടെ വ്യക്തതയോടുകൂടിയുള്ള ഡോക്യുമെന്റ്സ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ എനിക്ക് ഇത് സംഭവിക്കുന്നു എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു വ്യക്തമായ ഒരു ഡോക്യുമെന്റ്സ് അതുമായി ബന്ധപ്പെട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇത് എനിക്ക് ഒരു സ്ഥലത്ത് കൊടുക്കണം. ആ സ്ഥലത്ത് കൊടുത്താൽ എനിക്ക് നീതി കിട്ടണം. എൻ്റെ ലക്ഷ്യം എന്താണ്? ഈ സാധനം എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഈ എത്തിക്കാൻ ഞാൻ സമീപിക്കുന്ന വ്യക്തികൾ ബയാസ്ഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും?
ഞാൻ ഈ ഫസ്റ്റ് ഹാൻഡിൽ കൊടുത്ത സാധനം ആയിരിക്കില്ല എത്തേണ്ടടുത്ത് എത്തുമ്പോൾ കിട്ടുന്ന സാധനങ്ങൾ അല്ലേ. അപ്പോൾ ഈ ബയാസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങളെയാണ് ഞാൻ ആശ്രയിക്കുന്നതാണ്. അതേസമയത്ത് എനിക്ക് ഡയറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് പറയാം എനിക്കിങ്ങനെ ഒരു അവസ്ഥ ഞാൻ നേരിട്ടു, എൻ്റെ കയ്യിൽ എല്ലാ എവിഡൻസും ഉണ്ട് എന്ന് ഞാൻ കോടതിയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ കോടതിക്ക് അത് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. കോടതി നമ്മുടെ ഒരു മെമ്മറി കാർഡ് സബ്മിറ്റ് ചെയ്യുന്നു. ആ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ കോപ്പി ഈ കോടതിയിലല്ലാതെ വേറെ ആരുടെയെങ്കിലും കയ്യിൽ കാണാൻ സാധ്യതയുണ്ടോ? പോലീസിൽ അങ്ങനെ വെക്കുന്ന സാധ്യത? അല്ല, ഇതിലിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഈ എന്താ പറയുക, ഈ പൾസർ സുനി ജയിലിൽ നിന്ന് കത്ത് എഴുതിയിട്ടുണ്ട്. അത് ഒന്ന് സഹതടവുകാരനെ കൊണ്ട് എഴുതിച്ച ഹാൻഡ് റൈറ്റിങ്ങിലുള്ള കത്തും, ഒന്ന് ഈ പൾസർ സുനി സ്വന്തമായിട്ട് കൈപ്പടയിൽ എഴുതിയിരിക്കുന്ന ലെറ്ററുമാണ്. ഇതിനകത്ത് വ്യക്തമായിട്ട് ആ കൊട്ടേഷൻ തുക ബാക്കിയും കൂടെ ഉള്ളത് തരണം, ഇന്ന സ്ഥലത്ത് ഞാൻ കൊണ്ടുപോയി ഏൽപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വ്യക്തമായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് കൊണ്ടുപോയി കൊടുത്തത് കാക്കനാട് ഒരു ഷോപ്പിലാണെന്നും ഉണ്ട്, അറിയാം. ആ ഷോപ്പ് ഏതാ? ലക്ഷ്യയാണ് അല്ലേ. അപ്പം ഇത് വ്യക്തമായ ഒരു തെളിവാണല്ലോ. ഇതിനെ എക്സ്പേർട്സിനെ വെച്ച്, ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്സിനെ വെച്ച് കോടതിയിൽ അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുള്ളതാണ്. അപ്പം ഈ ജുഡീഷ്യൽ ഓഫീസർ ചോദിച്ചത്, ഒരു പ്രതിക്ക് ഇത്രയും നല്ല ഹാൻഡ് റൈറ്റിങ്ങോ എന്ന് അതിശയപ്പെട്ട് ജുഡീഷ്യൽ ഓഫീസർ ചോദിച്ചതായിട്ടാണ് നമുക്ക് ഈ ഈ അതിജീവിതയെ സഹായിക്കാൻ നിന്ന അഭിഭാഷക പറഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞത് അല്ലേ. അപ്പോൾ അത് കാരണം എനിക്ക് തോന്നിയൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനിക്കുമ്പോൾ തന്നെ ഇവർ പ്രതികളായിട്ടൊന്നും അല്ലല്ലോ ജനിക്കുന്നത്. ഇവർക്ക് ഹാൻഡ് റൈറ്റിംഗ് ഇതുമായിട്ട് അതിനെ കമ്പയർ ചെയ്ത് ഈ വലിയൊരു ക്രൈമിനെ കവർ ചെയ്യാൻ എങ്ങനെ പറ്റും? കാരണം പിന്നെ എന്തിനാ എക്സ്പേർട്ട് ഒപ്പീനിയൻ വെച്ചത്? അല്ലെ, എക്സ്പേർട്ട് ഒപ്പീനിയനെക്കാളും വലിയ എക്സ്പേർട്ട് ജുഡീഷ്യൽ ഓഫീസർ ആയിരുന്നെങ്കിൽ പിന്നെ എന്തിനാ എക്സ്പേർട്ട് ഒപ്പീനിയൻ വെച്ചിട്ട് കേസ് ഇങ്ങനെ ഡ്രാഗ് ചെയ്തത്? ഫസ്റ്റ് തന്നെ പറയാം, ഈ കത്ത് പിന്നെ ആ പ്രതിയുടേതല്ല, ആ പ്രതിക്ക് ഇങ്ങനത്തെ ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റില്ലായിരുന്നോ? എന്തിനാ എക്സ്പേർട്ട് ഒപ്പീനിയൻ വെച്ച് ഇതുപോലെ സമയം ഡ്രാഗ് ചെയ്ത് ആ അതിജീവിതയെ വീണ്ടും ഇങ്ങനെ വർഷങ്ങളോളം ഡ്രാഗ് ചെയ്യിച്ച് എന്തിനാ എക്സ്പേർട്ട് ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ട്? അത് ആദ്യമേ ജഡ്ജിന് മനസ്സിലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ജുഡീഷ്യൽ ഓഫീസർക്ക് മനസ്സിലായിരുന്നെങ്കിൽ അത് ആ വഴിക്ക് നീങ്ങാമായിരുന്നല്ലോ കാര്യങ്ങൾ. ഈ എഴുതിയ ആള് തന്നെ പിന്നീട് അത് എന്നെ ഭീഷണിപ്പെടുത്തി ചെയ്തതാണെന്ന് പറയുണ്ടായോ കോടതിയിൽ? അങ്ങനെ പറഞ്ഞതായിട്ട് അറിയില്ലല്ലോ. ഭീഷണി ഇതെല്ലാം സാക്ഷിമൊഴികൾ മാറി എന്നുള്ളത് നമ്മൾ കണ്ടില്ലേ. 10-20 എത്ര സാക്ഷികൾ മൊഴി മാറ്റിയിരിക്കുന്നത്. അല്ല, സാക്ഷികളെ ഭയപ്പെടുത്തിയും മറ്റ് പല മെറ്റീരിയൽ തിങ്സ് ഉപയോഗിച്ച് സാക്ഷികളെ മാറ്റാം. ഇവിടെ വേണ്ടത് പണത്തിനും അധികാരത്തിനും മറ്റ് അരാഷ്ട്രീയമായ സംവിധാനങ്ങൾക്കും അടിമയാവാത്ത ഒരു സിസ്റ്റം ഈ സംഭവം ഏറ്റെടുക്കുകയും ഇതിനെപ്പറ്റി അന്വേഷണം നടത്തുകയും ഇതിനെപ്പറ്റി വിധി പ്രസ്താവന നടത്തുകയും ചെയ്യണമായിരുന്നു. അതിനപ്പുറത്ത് പലതും സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് സംഭവിച്ചത്, നമ്മൾ ഒരു ഊമക്കത്ത് വന്നു. ഈ ഊമക്കത്തിന്റെ ഉറവിടം തേടി പോകാൻ പോലീസിന് കഴിയില്ലേ? എവിടെ നിന്ന് വന്നു, എങ്ങനെ, ഏത് പോസ്റ്റിൽ വന്നു, ഏത് പോസ്റ്റ് ഓഫീസിലാണ് ഇത് പോസ്റ്റ് ചെയ്തത്, അങ്ങനെ അതിൻ്റെ ഉറവിടം തേടിപ്പോയി അത് കണ്ടെത്താനോ അതിൻ്റെ CCTV ക്യാമറയുടെ സഹായത്തോടെ കണ്ടെത്താനോ ഒക്കെയുള്ള ശ്രമം നടത്താൻ പാടില്ലേ? അതിനിപ്പോൾ ഒത്തിരി താമസിച്ചാൽ ഇതിനൊക്കെ കിട്ടും. അല്ല, ഈ താമസം എന്താണ്? ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഒരു നിരപരാധി ഉണ്ടാവും, ഒരു കൊടും ക്രിമിനലും ഉണ്ടാവും. താമസം വരിക, ഡ്രാഗ് ചെയ്യുക എന്ന് പറയുന്ന ആരുടെ ഉദ്ദേശമാണ്? ക്രിമിനൽ മൈൻഡാണ്. അവിടെ ഈ ക്രിമിനലിന് കൂട്ടു നിൽക്കാൻ കുറേ ക്രിമിനൽ കോൺസ്പിറസി ആയിട്ട് കുറേ ആൾക്കാരും ഉണ്ട്. അവർ ആരെയൊക്കെ അപ്രോച്ച് ചെയ്യുന്ന, അവർ ഗ്രൂപ്പായി ഫൈറ്റിംഗ് നടത്താൻ വേണ്ടി അവരുടെ എല്ലാവരുടെയും ബ്രെയിൻ ഉപയോഗിച്ച് ഇതിനെ മൂടിക്കെട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഊമക്കത്ത് എന്ന് പറയുന്നത് നമ്മൾ മറ്റേ റിട്ടയർഡ് ജഡ്ജ് കമാൽ പാഷ പറഞ്ഞിട്ടുണ്ടല്ലോ, കമാൽ പാഷയ്ക്ക് ഇത് കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് തന്നെ സെയിം തന്നെ ഊമക്കത്ത് കിട്ടി. വിധി പ്രസ്താവന നടത്തുന്നതിന് മുന്നെയാണ് കിട്ടിയത്. അപ്പോൾ അനങ്ങാതെ ഇരുന്നു. അത് കഴിഞ്ഞ് വിധി പ്രസ്താവന വന്നപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ആ വരികൾ തന്നെയാണ് ഇവിടെയും ഉള്ളത് എന്ന് അത്ഭുതപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് ജസ്റ്റിസ് കമാൽ പാഷ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ പിന്നെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അത് കിട്ടിയ ഉടനെ തന്നെ ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് അത് ഫോർവേഡ് ചെയ്തു. പക്ഷേ ഇപ്പോഴതിനെപ്പറ്റി യാതൊരു ചർച്ചയും വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അല്ലേ. മാധ്യമങ്ങളിലൊന്നും എവിടെയും അതിനെപ്പറ്റി ഒരു ചർച്ച വരുന്നില്ല. പക്ഷെ ആ ഒരു ഊമക്കത്തും അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ഒരു ശക്തിയും സത്യമാണല്ലോ. ഇപ്പൊ ഈ അതിജീവിതയെ പീഡിപ്പിച്ചില്ല, ക്രിമിനൽ കോൺസ്പിറസി നടന്നില്ല എന്ന് കാറ്റിൽ പറത്തിയതുപോലെ തന്നെ, നീതിയെ കാറ്റിൽ പറത്തി വിട്ടതുപോലെ തന്നെ ഊമക്കത്തിനെയും പറത്തി വിട്ടിരിക്കുക.
ഇപ്പോൾ വക്കീലിനോട് ഞാൻ ചോദിക്കുന്നത് ഇപ്പം ജുഡീഷ്യറിയുടെ അപജയങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. ഈ വക്കീലിപ്പം പറയുന്നത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന വിഷയം നമ്മുടെ മുന്നിലുള്ള ഒരു വിഷയം വെച്ചിട്ടാണ് സംസാരിക്കുന്നതെങ്കിലും മറ്റ് പല കേസുകളിൽ നടന്ന സംഭവങ്ങളെ എല്ലാം കൂട്ടിക്കെട്ടിയിട്ടാണ് വക്കീലിപ്പോൾ സംസാരിക്കുന്നത്. ഇതിപ്പോൾ ജുഡീഷ്യറി അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് വക്കീലിൻ്റെ പേരിൽ നടപടി വരാനുള്ള സാധ്യതയുണ്ടോ? അതിനെ നേരിടുന്നത് എങ്ങനെയായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ? ഞാൻ ജുഡീഷ്യറി അപമാനിച്ചില്ലല്ലോ. ഇല്ല. ഞാനെങ്ങനെ ജുഡീഷ്യറി അപമാനിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ജുഡീഷ്യറിയിൽ അതായത് ജനാധിപത്യത്തിൻ്റെ സംവിധാനങ്ങളിൽ നെടുന്തൂണുകളിൽ ഒന്നായി ജുഡീഷ്യറിയിൽ കയറിയിരിക്കുന്ന അതാത് സമയത്ത് ആ സീറ്റുകളിൽ കയറിയിരിക്കുന്ന ആരാണോ ആ പുഴുക്കുത്തുകൾക്ക് എതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഒരിക്കലും ഈ ഒരു കേസിൽ മാത്രം, ഈ ഒരു കേസ് പ്രത്യേകിച്ച് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഇത്രയും തൻ്റെ അടുത്ത ഒരു സ്ത്രീ വന്ന് ലോകശ്രദ്ധ പിടിച്ചെടുക്കപ്പെട്ട ഒരു കേസാണിത്. എന്നിട്ടും അവർക്ക് നീതി കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള അതിജീവിതമാരെ 10-20 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുടുംബ കോടതിയിലാണെങ്കിലും ഗാർഹിക പീഡന കേസുകളിലാണെങ്കിലും മറ്റ് പലതരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അതിജീവിതമാർ ഒരുപാട് പേര് ഇപ്പം നമ്മൾ സമൂഹത്തിലുണ്ട്. ഇവർക്കൊക്കെ ഇതേ അവസ്ഥകളാണ് അവർ ഫേസ് ചെയ്യുന്നത്. അവിടെയൊന്നും ഈ സോഷ്യൽ മീഡിയയിൽ വലിയ എന്താ പറയുക ആ ഒരു ഇതിലേക്ക് അവർ പോകുന്നില്ല, എക്സ്പ്ലോഷനിലേക്ക് പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സമാനമായ വിഷയങ്ങൾ തന്നെയാണ് അവിടെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്നെപ്പോലെയുള്ള അഭിഭാഷകരൊക്കെ ഇത് നമ്മൾ വളരെ വിഷമത്തോടെ ഇതിനി എന്താണ് ഒരു പോംവഴി, ഇത് എവിടെ തിരുത്തപ്പെടും, എങ്ങനെ തിരുത്തപ്പെടണം എന്നുള്ള ഒരു മനോവികാരം എൻ്റെ ഉള്ളിൽ വളരെ അടങ്ങാത്ത മനോവികാരമുണ്ടായിരുന്നു. അത് ഈ വിധിയോടുകൂടി ഞാൻ ജനങ്ങളോട് തുറന്ന് സംസാരിച്ചു. കാരണം ജനങ്ങൾ സഹായിച്ചില്ലെങ്കിൽ നമുക്കൊന്നും ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മളുടെ സംവിധാനമാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരാളുടെ കുടുംബ ട്രസ്റ്റൊന്നും അല്ല. ഇത് ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് നീതി നടത്താൻ വേണ്ടി, ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാനും വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് ഇതൊക്കെ. ഈ സമയപരിധി നീട്ടിക്കൊടുത്ത് ഈ കേസിനെ വല്ലാതെ വികലമാക്കി കളഞ്ഞില്ലേ? ആ സമയപരിധി വികലമാക്കാൻ വേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഇല്ലാത്ത കുറേ ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക, പിന്നെ സാക്ഷികളെ മൊഴിമാറ്റിക്കുക, അവിടെ ഇവിടെയും എന്താ പറയുക മിസ്ലീഡ് ചെയ്യുന്ന കുറേ മെസ്സേജുകൾ പാസ് ചെയ്യുക, തെറ്റായ വീഡിയോ ക്ലിപ്പുകൾ ഇടുക, അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ബിനാമികൾ വന്ന് ഇവർക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് വീണ്ടും അതിജീവിയെ സോഷ്യൽ മീഡിയയിലൂടെയും കോടതി മുറികളിലുമെല്ലാം വലിച്ചു കീറുന്ന, ശരിക്കും പറഞ്ഞാൽ പിച്ചി ചീന്തുന്ന കാബാലികന്മാരുടെ ഇടയിൽ അവർ സർവൈവ് ചെയ്ത ഒരവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു ബബ്ബ എന്ന് പറഞ്ഞൊരു സിനിമ വന്നു. ആ സിനിമയിൽ ഉടനീളം തൻ്റെ ഭാഗം ന്യായീകരിക്കത്തക്ക രീതിയിലൊരു കഥാപാത്രത്തെ സൃഷ്ടിച്ച് തനിക്ക് പറയേണ്ട ഡയലോഗുകളെല്ലാം നമ്മൾ പൈസ കൊടുത്ത് കയറി നമ്മളോട് അദ്ദേഹം പറയുകയാണ്. നമ്മളത് കേൾക്കേണ്ടി വരുന്ന അവസ്ഥ വരികയാണ്. ഇതൊക്കെ ഒരു പണത്തിൻ്റെ ഹുങ്കോ എന്താ ഇതിനെയൊക്കെ പറയും. ഒരു നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞ് കേണ് കരയുമ്പോൾ ഇവിടെ അന്ന് ഒരു പോസ്റ്റർ ഉദ്ഘാടനം ചെയ്യുന്നത് മോഹൻലാലാണ്. അപ്പോൾ അതൊക്കെ ഉദ്ഘാടനം ചെയ്ത് ഈ വലിയ ആഘോഷത്തിമിർപ്പോടെ ഇത് ആഘോഷിക്കപ്പെടുകയാണ്. അന്ന് തന്നെ ലഡ്ഡു പെട്ടെന്ന് വരുന്നു. കാവ്യമാധവൻ്റെയും ദിലീപിൻ്റെയും പടമുള്ള കേക്ക് പെട്ടെന്ന് വന്ന് മുറിക്കപ്പെടുന്നു. ഇതൊക്കെ ശരിയായിട്ടും വിധി നേരത്തെ ദിലീപ് അറിഞ്ഞിരുന്നു എന്ന് ഉള്ളതിന് തെളിവായിട്ടാണോ നമ്മൾ ഉദ്ദേശിക്കേണ്ടത്? അല്ല, അപ്പോൾ അതിനനുസരിച്ച് കാരണം വെച്ച് കഴിഞ്ഞാൽ അതായത് അതിജീവിതയ്ക്ക് എവിടെയാണോ നീതി നിർവഹിക്കപ്പെടേണ്ടത് അവിടെയൊക്കെ ഈ അതായത് രക്ഷപ്പെടുത്തിയ അതായത് മറ്റ് പല സ്വാധീനങ്ങൾ കൊണ്ട് രക്ഷ വാങ്ങിച്ചെടുത്ത ഈ വ്യക്തി അവിടെയൊക്കെ പൂട്ടിയിട്ടുണ്ട്. ആ ധൈര്യം അവരിൽ നിന്നൊക്കെ ആ വ്യക്തിക്ക് കിട്ടി എന്നാണ് നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കുന്നത്. ഉറപ്പാണ്. ആ ഉറപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പത്മനാഭന് ആ ഉറപ്പാണ് എന്ന് വെറുതെ പറയുമോ? ഇതെന്താ വെള്ളരിക്കപ്പെടണോ? എന്തെങ്കിലും ഒരു താല്പര്യ സംരക്ഷണം ആ ഉറപ്പ് പറയുന്ന വ്യക്തിക്ക് കിട്ടാതെ എങ്ങനെയാണ് ഈ കൊടും ക്രിമിനലിനെ വെറുതെ രക്ഷിച്ചുവിടാൻ സാധിക്കുന്നത്? അവരുടെ എന്തെങ്കിലും ഒരു താല്പര്യ സംരക്ഷണം അവിടെ നടന്നിട്ടുണ്ടാവുമല്ലോ. ആ താല്പര്യത്തിനനുസരിച്ച് ഈ പ്രതി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടാവും. എന്താണോ ആ വ്യക്തിയുടെ വീക്ക്നെസ്, ആ നീതി നിർവഹിക്കേണ്ട ആ വ്യക്തികൾ അവരുടെ വീക്ക്നെസ് എന്താണെന്നോ ശരിക്കും മനസ്സിലാക്കിയെടുത്ത് ആ വീക്ക്നെസ്സിനെ മുതലെടുത്ത്
പ്രതി രക്ഷപ്പെടാനുള്ള പഴുതുകളെല്ലാം സൃഷ്ടിച്ചെടുത്തു. അതിനുവേണ്ടിയാണ് ആക്ച്വലി കോടതിയിൽ ഈ കേസ് ഡ്രാഗ് ചെയ്യപ്പെട്ടത്. ഈ പഴുതുകൾ അടയ്ക്കാൻ, ഈ പഴുതുകൾ സൃഷ്ടിച്ചെടുക്കാൻ, ഈ വീക്ക്നെസ്സിനെ മറികടക്കാനുള്ള സ്വാധീന വലയങ്ങൾ സൃഷ്ടിച്ചെടുക്കാനായിരുന്നു ഈ കേസ് ഡ്രാഗ് ചെയ്യപ്പെട്ടത്. അതല്ലാതെ ഈ അതിജീവിതയ്ക്ക് അനുകൂലമായി ജസ്റ്റിസ് വാങ്ങിച്ചു കൊടുക്കാനുള്ള നീതി നിർവഹണത്തിന് വേണ്ടി ആയിരുന്നില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണല്ലോ. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, 8-ാം പ്രതി ശിക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളതാണോ നിങ്ങളുടെ സങ്കടം? മറ്റുള്ളവരെല്ലാം ശിക്ഷിക്കപ്പെട്ടില്ലേ? 8-ാം പ്രതി ശിക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളത് അങ്ങനെയല്ല. അത് മാത്രമല്ല ഇത് ഈ ഒരു 8-ാം പ്രതിയെ മാത്രം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ഈ വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് പോയിട്ട് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ റീച്ച് ആവാനുള്ള പരിപാടികളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അതാണോ 8-ാം പ്രതിയുടെ വിഷയമാണോ ഇവിടെ? ഈ 8-ാം പ്രതി ആരാണ്? അവര് ശരിയായിട്ട് പറഞ്ഞാൽ പൾസർ സുനിയെന്നോ അല്ലെങ്കിൽ മാർട്ടിൻ എന്നൊക്കെ പറയുന്നത് ആയുധമാണല്ലേ? അതെ, അവര് ആയുധം ഉപയോഗിച്ച ആളിനെ അല്ല ശിക്ഷിക്കപ്പെടുന്നത്, ആയുധത്തിനെയാണ് ഇപ്പൊ നമ്മൾ ശിക്ഷിക്കുന്നതെന്നാണ് പറയുന്നത്. ആയുധം, അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ ഒരു അവസ്ഥ അതാണല്ലോ. ഒരാൾ കൊല ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കൊലക്കത്തി എവിടുന്നാണ് ഉണ്ടാക്കിയെന്നാ ചോദിച്ചു പോകുന്നത്. ഈ കൊല ചെയ്തവരുടെ ക്രിമിനൽ മൈൻഡും എവിടെയാണ് ക്രിമിനൽ കോൺസ്പിറസി, അയാൾ ബോൺ ക്രിമിനൽ ആണോ, ഇതൊന്നും അല്ലല്ലോ ആദ്യം പഠിക്കുന്നത്. ഈ കൊലക്കത്തി എവിടുന്നാണ് ഉണ്ടാക്കിയേ എന്നൊക്കെയല്ലേ തപ്പിപ്പിടിച്ച് പോകുന്നത്. അതിന്റെ ഒരു പോരായ്മ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൽ വ്യക്തമായ തെളിവുണ്ട്. മാർട്ടിൻ എന്ന് പറയുന്ന കൊലക്കത്തി, അതുപോലെ തന്നെ മറ്റേ നമ്മുടെ പൾസർ സുനി എന്ന് പറഞ്ഞ കൊലക്കത്തി, അങ്ങനെ കുറച്ച് കത്തി ആയുധങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ആയുധം ഉപയോഗിച്ച ആൾ രക്ഷപ്പെടുകയും ചെയ്യും. അല്ല പരമ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഞാനൊരു യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്, ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ഡ്രൈവറാണ്, ഞാനൊരു യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്, എനിക്ക് കുറച്ച് ലോങ് ജേർണി ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇത്രയെല്ലാം സംഭവ വികാസങ്ങൾ നടക്കുമോ? എനിക്ക് എൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നതിനുള്ളിൽ എൻ്റെ ഞാൻ എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തുന്നതിന് മുന്നേ, അതായത് എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ മൂന്നാർ എത്തണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സിനിമാ തിരക്കഥയെ പോലെയുള്ള സംഭവങ്ങൾ നടന്നിരിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം മാർട്ടിൻ വന്ന് സംസാരിച്ച അത്തരം തിരക്കഥയാ. അത് കേൾക്കുന്നവർക്ക് ശരിക്കും മനസ്സിലാവും. കാരണം ഈ തിരക്കഥ എഴുതുന്നവർക്കും ഇവർക്ക് ഈ സിനിമാ ഫീൽഡിൽ ഇരിക്കുന്ന ഇത്ര സാഹിത്യകാരന്മാർക്ക് വളരെ 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 ഷാർപ്പായിട്ടുള്ള ബ്രെയിൻ അപ്ലൈ ചെയ്യാനുള്ള കഴിവുണ്ട്. ആ കഴിവിനെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ ഇവർക്കൊരു ടീമുണ്ട്. അഭിനയ പ്രതിഭകളാണല്ലോ ഇവരൊക്കെ. അപ്പൊ നന്നായിട്ട് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ ഇവർക്ക് കഴിയും. അപ്പൊ അതിന് മേലെ നിൽക്കുന്ന ജുഡീഷ്യൽ സംവിധാനവും എക്സ്പേർട്സിനെയാണ് നമ്മൾ ഈ പോസ്റ്റിലൊക്കെ ഇരുത്തേണ്ടത് എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഇത് അഭിനയ പ്രതിഭകളുടെ ഒരു കേസാണ്. തിരക്കഥയിൽ എക്സ്പേർട്ടായവരുടെ ഇടയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ ആ കേസിനെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? വളരെ ഷൂഡായിട്ട് ഇരുന്നു കൊണ്ട്, ഷാർപ്പായിട്ട് ഇരുന്നുകൊണ്ട്, മൈന്യൂട്ടായിട്ടുള്ള ചലനങ്ങൾ പോലും ശ്രദ്ധിച്ചുകൊണ്ട് വേണം കോടതി മുറി ഇരിക്കാൻ, കോടതി ജുഡീഷ്യൽ ഓഫീസർ ഇരിക്കാൻ. കാരണം ഇവർ അഭിനയ പ്രതിഭകളാണ്, തിരക്കഥയിൽ പ്രാഗൽഭ്യം നേടിയവരാണ്, പല പട്ടങ്ങളും നേടിയിരിക്കുന്ന ആൾക്കാരാണ്, എക്സ്പേർട്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെ, അഭിനയ പ്രതിഭ. അതിനപ്പുറത്ത് പ്രഗത്ഭൻ എന്ന് പറയുന്ന ക്രിമിനൽ കേസുകളൊക്കെ എടുത്ത് പ്രാഗൽഭ്യം എന്ന് ക്രിമിനൽ കോൺസ്പിറസിൽ പ്രാഗൽഭ്യം നേടിയ ഓഫീസുകളിലുള്ള ആൾക്കാർ വന്ന് കേസെടുക്കുകയും കൂടി ചെയ്യുമ്പോൾ ജുഡീഷ്യൽ ഓഫീസർ ഏത് നിലയിൽ ആ കേസ് നമ്മൾ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു ജുഡീഷ്യൽ ഓഫീസർ അങ്ങനെ കൈകാര്യം ചെയ്ത് അവരുടെ എക്സ്പെർട്ടൈസേഷൻ അവിടെ തെളിയിക്കുമ്പോഴാണ് ജനങ്ങളുടെ അംഗീകാരം അവർക്ക് കിട്ടുന്നത്, ജുഡീഷ്യറിലുള്ള വിശ്വാസം അവിടെ വലുതാകുന്നത് എന്നുള്ളത്. സജിത വക്കീലിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്കറിയാം സ്ത്രീപക്ഷ നിലപാട്. കാരണം സ്ത്രീകൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം, കക്ഷികളൊക്കെ കൂടുതലും സ്ത്രീകളാണ് എത്തുന്നത്. അപ്പോൾ ഇവർക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ള വിസ്മയുടെ കേസിൽ മറ്റേ വന്നെങ്കിലും അവർ പിന്നെ ജാമ്യത്തിൽ പുറത്തു വന്നു, കോടതിക്ക് ജയിലിൽ നിന്ന് പുറത്തു വന്നിപ്പോൾ നിൽക്കുന്ന അവസ്ഥയാണ്. ഇതൊക്കെ അതുപോലെ തന്നെ എല്ലാ കേസുകൾ എടുക്കുമ്പോഴും എല്ലാ കേസുകളിലും നീതി ഇരയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ള സങ്കടം, അത് ഈ വാക്കുകളിലൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും നീതി കിട്ടാനുള്ള ധാരാളം ആൾക്കാർ, എന്ത് ചെയ്യണമെന്നറിയാൻ മേലെ ആശങ്കയോടെ നിൽക്കുന്ന ആൾക്കാർ, അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനാണ് വക്കീലിനെ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഈ ഒരു വിധിയോടുകൂടി ജുഡീഷ്യറി
ജുഡീഷ്യറിയിലുള്ള ഒരു വിശ്വാസം വളരെയധികം ജനമനസ്സിനെ ഒലച്ചതാണല്ലോ. അപ്പം എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. അതായത് വിസ്മയുടെ കൊലപാതകത്തിന് ശേഷം ഞാനൊരു ഫോർമേഷൻ നടത്തുകയും കേരള സോഷ്യൽ നഴ്സിംഗ് എന്ന ഫോർമേഷൻ നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഞാൻ മെയിനായിട്ടും മീഡിയേഷനാണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം പ്രധാനപ്പെട്ട 85% കേസുകളും മീഡിയേഷൻ നടത്തി അമിക്കബിൾ സെറ്റിൽമെൻറ്റിലേക്ക് എത്താൻ പറ്റുന്ന കേസുകളാണ്. അതിനെയാണ് കോടതി മുറികളിൽ ഇങ്ങനെ നമ്മുടെ നിയമ പ്രൊസീജിയറിലൂടെ കടത്തി വിട്ടുകൊണ്ട് ഡ്രാഗ് ചെയ്ത്. കാരണം ഈ കോടതി മുറികൾ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു തടവറയാണ് ജനങ്ങൾക്ക്. ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന, അവൻ്റെ ജീവിതകാലത്ത് കിട്ടാവുന്നതിന് ഏറ്റവും വലിയൊരു തടവറയാണ് ഈ കോടതി വരാന്ത എന്ന് പറയുന്നത്. അവരുടെ ജീവിതം അവിടെ ഹോമിക്കപ്പെടുകയാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഒരു സംഘടന ഇടുകയും മീഡിയേഷൻ ഫോക്കസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഇടപെട്ട ഒരു കേസിൽ കോട്ടയം, ഞാൻ വ്യക്തികളുടെ പേര് പറയില്ല, കോട്ടയം കേസിൽ ഒരു കുട്ടിയുടെ കേസിൽ 8 മാസം ഗർഭിണിയായ ഒരു മകളെ, ബിടെക്കുകാരിയ ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കിയതിന് ശേഷം UAE നിന്ന് ഹസ്ബൻഡ് കർണക്കുറ്റിക്ക് അടിയും നോക്കി അവളെ വീട്ടിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വിട്ടു. പിന്നെ ഇവനെ കാണാനില്ല. 101 പവൻ കൊടുത്ത് കല്യാണം കഴിച്ചു. 101 പവൻ അവൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തു. ആ ഗിഫ്റ്റ് ആ കല്യാണം കഴിച്ച ആ വീട്ടിൽ കാലുകുത്തി അന്ന് തന്നെ ഇവരുടെ വീട് ജപ്തിയായിരുന്നു. ആ ജപ്തിക്ക് വേണ്ടി അമ്മായിയമ്മ എടുത്തു മാറ്റി കളഞ്ഞു. അതിനുശേഷം UAE കൊണ്ടുപോയി. അവിടുന്നും പിന്നെ ഈ ഒരു പാരൻ്റ് ഈ 2 പെൺകുട്ടികളാണ്. ഈ 2 പെൺകുട്ടികൾക്കും 2 വീട് ഈ പാവപ്പെട്ട മനുഷ്യൻ പിതാവ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഈ ഗോൾഡ് എടുത്തു. അടുത്തത് അവരുടെ ഫോക്കസ് വീടായി. ഈ വീട് എഴുതി കൊടുക്കാൻ പറഞ്ഞു. ആ വീട് എഴുതി കൊടുക്കാൻ അത് സമ്മതിക്കില്ല എന്ന് കുട്ടിയുടെ അച്ഛൻ പറഞ്ഞതിൻ്റെ ഇതിൽ ഇവളോടുള്ള ദേഷ്യത്തിന് ഇവളെ കൊണ്ടുവന്ന് ഒരു ഫംഗ്ഷൻ്റെ ദിവസം ഇവളെ കർണക്കുറ്റിക്ക് അടിയും കൊടുത്ത് 8 മാസം ഗർഭിണിയായ കുട്ടിയെ അച്ഛൻ പാരൻ്റൽ ഹൗസിലേക്ക് തള്ളി വിടുകയാണ് ഉണ്ടായത്. ആ വിഷയത്തിൽ അവർ 4 പേര് സൂയിസൈഡ് ചെയ്യുന്ന ഒരു കോള്, ഒരു ഓഡിയോ ക്ലിപ്പ് എൻ്റെ ഗ്രൂപ്പിലേക്ക്, ആ സംഘടനയുടെ ഗ്രൂപ്പിലേക്ക് വരികയും അന്ന് രാത്രി തന്നെ ഞങ്ങൾ കുറച്ച് പേര് കോട്ടയത്ത് എത്തുകയും അവരെ വീട്ടിൽ സന്ദർശിക്കുകയും മരണ വീട് പോലെയായിരുന്നു. അന്ന് തൊട്ട് അവർക്ക് വേണ്ടി ഇടപെടുകയും ആർപ്പൂക്കര പോലീസ് സ്റ്റേഷനിൽ അവരെ കൂട്ടി ഈ ഹസ്ബൻഡിനെ കണ്ടുപിടിക്കാനും അമ്മായിയമ്മനെ കണ്ടുപിടിക്കാനും ഞങ്ങൾ നടന്ന് അവരുടെ വീട്ടിൽ പോയി. അങ്ങനെ ആർപ്പൂക്കര പോലീസ് സ്റ്റേഷനിൽ വിത്ത് എവിഡൻസ് അടക്കം ഈ അമ്മായിയമ്മ വിസ്മയ കൊലപാതകം നടന്ന ഉടനെ തന്നെയാണ്, ഇനി കേരളത്തിൽ ഒരു പെൺകുട്ടിയും കൊല ചെയ്യപ്പെടാൻ പാടില്ല എന്നൊരു ദൃഢനിശ്ചയം എടുത്താണ് ഞാൻ പെട്ടെന്ന് തന്നെ ആ ഫോർമേഷൻ നടത്തിയത്. 14 ജില്ലയിലും ഗ്രൂപ്പ് പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്ന് അവിടെ കൊണ്ടുപോയി ഈ എവിഡൻസ് ഞങ്ങൾ ഓഡിയോ ക്ലിപ്പ് കൊടുത്തു. ഇങ്ങനെ ശ്രീധരൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ആർപ്പൂക്കര പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് പോലും അവിടെ ഓപ്പോസിറ്റ് ഇവരുടെ ഭാഗത്ത് ഒരു ക്രിമിനൽ ലോയറും അവരുടെ വൈഫ് ലോയറും കൂടി വന്ന് ഇവരെ ഈ പോലീസ് സ്റ്റേഷൻ്റെ ബാക്ക് സൈഡ് ഡോർ തുറന്ന് ഈ പ്രതികളെ രക്ഷപ്പെടുത്തി വിടുകയുണ്ടായത്. ഈ വിസ്മയുടെ കേസ് ഇത്രയും ചർച്ചാ വിഷയവും പ്രശ്നങ്ങൾ സൃഷ്ടിച്ച സമയത്താണ് നമ്മൾ ഇത്തരം കേസുകൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വിത്ത് എവിഡൻസ് കൊടുക്കുന്നത്. അപ്പോഴും വക്കീലായ എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വക്കീലന്മാർ തന്നെ വെല്ലുവിളികളാവുകയാണ്. ഈ ജനങ്ങൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ പിന്നീട് എനിക്ക് അറിയാനിടയായത് ഈ പെൺകുട്ടിയുടെ പിതാവ് സൂയിസൈഡ് ചെയ്തു എന്നുള്ളതാണ്. ആ പിതാവ് എങ്ങനെ സൂയിസൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ അഡ്വക്കേറ്റിൻ്റെ പേരെഴുതി വെച്ചാണ്, കോട്ടയം ബാർ അസോസിയേഷനിലെ അഡ്വക്കേറ്റിൻ്റെ പേരെഴുതി വെച്ചാണ് ആ പിതാവ് സൂയിസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഇടപെടുന്ന ജനങ്ങളെ രക്ഷപ്പെടുത്തുന്ന വിഷയങ്ങളിലെല്ലാം നമുക്ക് വെല്ലുവിളിയാകുന്നത് എന്നെ പോലെയുള്ള ലോയേഴ്സ്, എൻ്റെ അതേ ഗണത്തിൽപ്പെട്ട ലോയേഴ്സ് തന്നെ വെല്ലുവിളിയായിട്ട് വരിക. ജനങ്ങളുടെ ജീവിതത്തിനൊന്നും ഒരു വിലയുമില്ലേ? നമുക്ക് പൈസ മാത്രം മതിയോ? ഞാൻ ചോദിക്കുന്നത്, നമുക്ക് നമ്മൾ ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനിയിപ്പം കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള എന്തെങ്കിലും അടുത്തൊരു ചർച്ചയിൽ അങ്ങനെ ആരെങ്കിലും നമ്മളോട് അവർ നേരിടുന്നതിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളുടെ പരിഹാരം കണ്ടെത്താനായിട്ടുള്ള ശ്രമം ഭാഗത്തുനിന്നുണ്ടാവും. അങ്ങനെ ഞങ്ങൾക്ക് അനൗൺസ് ചെയ്യാൻ പറ്റുമോ ഞങ്ങളുടെ ചാനലിൽ? സംഘടനകൾ നിങ്ങളെ അറിയിച്ചാൽ അത് അവർക്ക് മറുപടി കൊടുക്കുമോ? അതായത് നമ്മൾ തീർച്ചയായിട്ടും ഇത്തരം അതിജീവിതമാർക്ക്, കാരണം ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇത്തരം അതിജീവിതമാർക്ക് വേണ്ടിയിട്ട് മീഡിയേഷൻ നടത്താനും കോടതി വ്യവഹാരങ്ങളിൽ കിടക്കുന്ന ഇവരുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങളിൽ എങ്ങനെയൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ എത്രയും പെട്ടെന്ന് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും എന്നൊരു സംവിധാനത്തിലേക്ക് കടക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു.
ഇപ്പം നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഏത് സംവിധാനമാണോ അവിടെ നിങ്ങൾക്ക് ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം സഹായം നൽകുക. പിന്നെ അവർക്ക് ഒരു അവരുടെ കൂടെ ഉണ്ട് എന്ന് ഒരു ബോധ്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇത്തരം കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് നിങ്ങളുടെ സംഘടനയ്ക്ക് ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും. കാരണം അതായത് കേരളത്തിലുടനീളം ഞാനുമായി ബന്ധപ്പെട്ട വക്കീലന്മാരുടെ ഒരു ഇത് നമ്മളൊരു ടീം റെഡിയാക്കി എടുക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് പ്രവർത്തകരെ, സാമൂഹ്യ പ്രവർത്തകരെ എല്ലാവരെയും കൂട്ടി ഒരു ടീം റെഡിയാക്കി ഞാനും എൻ്റെ ടീമും ജനങ്ങളിലേക്ക് ഇറങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് കോടതിയിലാണെങ്കിലും കോടതിയിൽ വേണ്ട സപ്പോർട്ട്, പുറത്താണെങ്കിലും പുറത്ത് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് സുതാര്യമായിട്ട് തന്നെ ഇപ്പം കേരളീയം ന്യൂസ് അതിനകത്ത് ഇടപെട്ട് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ എത്രയും നല്ലത് എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ജനങ്ങൾക്ക് അത്രമാത്രം ചില കേസുകൾ നമ്മളോട് വരുമ്പോൾ അത് പബ്ലിക്കിൽ പറയണ്ട, അങ്ങനെ പബ്ലിക്ക് പറയണ്ടെന്ന് പറയുന്ന കേസുകൾ നമ്മൾ പബ്ലിക്ക് പറയത്തില്ല. അതായത് നമ്മൾ ഒരിക്കലും പാർട്ടികളെ പേരോ അവരുടെ ഐഡന്റിറ്റിയോ നമ്മൾ വെളിപ്പെടുത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു വിഷയം, ഞാനിപ്പോൾ ഒരു വിഷയം പറഞ്ഞല്ലോ, അത് സംഭവിക്കുന്ന വിഷയങ്ങളാണ്. ആരാണ് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. പക്ഷെ ഇത് സത്യമാണ് ഞാൻ ഈ സംസാരിച്ചിരിക്കുന്നത്. ഒരുപാട് സത്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പം ഇത്തരം വിഷയങ്ങൾ പാർട്ടിയുടെ പേരോ ഒന്നും പറയാതെ, സ്ഥലമോ ഒന്നും പറയാതെ സംഭവങ്ങൾ നമ്മൾ പറയും. ഇന്ന വ്യക്തികൾ ഇന്നത് അനുഭവിക്കുന്നു, ഇന്ന വഴിയിലൂടെ നമ്മൾ കടന്നു പോകുന്നു, ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് സുതാര്യമായിട്ട്. ഇപ്പോൾ കോടതിയിലാണെങ്കിലും വ്യക്തമായിട്ട് പ്രൊസീജിയറൊക്കെ അവർക്ക് കടന്നു പോകാൻ പറ്റാവുന്നതേ ഉള്ളൂ. കാരണം എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, നമ്മൾ ഒരു ഡോക്യുമെൻ്റ് തെറ്റായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നില്ല. ഒരു എക്സ്പേർട്ടിനെ സ്വാധീനിച്ച് നമ്മളൊരു ഫാൾസ് ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്നില്ല, അല്ലേ? നമ്മൾ വേറെ ഒരു രീതിയിലേക്ക് നമ്മൾ പോകുന്നില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് കോടതിയിൽ ഞാൻ എൻ്റെ കക്ഷിക്ക് വേണ്ടി ഇന്ന സ്റ്റെപ്പാണ് എടുക്കാൻ പോകുന്നത്, എൻ്റെ കക്ഷി ഇത്തരം നീതി നിഷേധത്തിന് വിധേയപ്പെട്ടിരിക്കുന്നു, അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണമെന്ന് എനിക്ക് എന്തുകൊണ്ട് പബ്ലിക്കിനോട് പറയാൻ പറ്റില്ല? അത് ആർക്കാണ് എന്നെ തടയാൻ കഴിയുന്നത്? കാരണം സമാനമായ നീതി നിഷേധമുള്ളവർ അനുഭവിക്കുന്നവർ കടന്നു പോകുന്നുണ്ടാവില്ലേ? അവർക്കൊരു അവയർനെസ് കിട്ടണമെങ്കിൽ ഞാൻ പബ്ലിക്കിനോട് പറയണ്ടേ ഇന്നൊരു സംഭവമുണ്ട്, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് സഹായം കൊടുക്കണമെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയ തന്നെ ഉപയോഗിക്കണ്ടേ? കേരളീയം പോലെയുള്ള ചാനലുകൾ ഞാൻ ഉപയോഗിക്കണ്ടേ? അതിലെവിടെയാണ് തെറ്റുള്ളത്? ഇതെന്തിനാ സ്വകാര്യമാക്കി വെക്കുന്നത്? ഇതെന്ത് പ്രൈവസിയാണോ? ഇതെന്തൊരു കോടതി പ്രൊസീജിയർ എന്തിനാണ് സ്വകാര്യമാക്കി വെക്കുന്നത്? ഞാൻ കള്ളത്തരം ചെയ്യുന്നുണ്ടെങ്കിലല്ലേ എനിക്ക് പേടിക്കണ്ടോ? ഞാനത് ഗോപ്യമായിട്ട് വെക്കണം എന്ന് പറയാം. ഞാൻ കള്ളത്തരം ചെയ്യുന്നില്ല, എൻ്റെ കക്ഷിക്ക് നീതി വേണം, എൻ്റെ കക്ഷി ഇങ്ങനെയാണ്. ഇനി കോടതിയിൽ എനിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഞാൻ ആരോടാണ് പറയേണ്ടത്? ജനങ്ങളെ കേൾക്കൂ, ഇതാണ് സംഭവിക്കുന്നതെന്ന് ഞാൻ എൻ്റെ ജനത്തിനോടല്ലാതെ ഞാൻ ആരോടാണ് പറയേണ്ടത്? ഇപ്പോൾ അത് കാര്യം ക്ലിയറായി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളെ കേൾക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും നിയമസഹായം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനോട് സംഘടനയായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം. അതിന് വലിയ ഒരു നന്ദി മാഡത്തിനോട് പറയാണ്. പിന്നെ ഈ ദിലീപ് കേസിൻ്റെ കുറച്ച് കാര്യങ്ങളോട് ചോദിക്കുമ്പോൾ ഇപ്പോഴുള്ള വിധി എഴുതിയത് തെറ്റായിപ്പോയി, അത് ന്യായപരമായിരുന്നില്ല എന്നാണല്ലോ മൊത്തത്തിൽ പരാതി. ഇത് മേൽക്കോടതികളിൽ ഇതുവരെയുള്ള സാക്ഷി വിസ്താരങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇതേ വിധിയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്തെങ്ങനെയാണ് എനിക്ക് അതിനെ നേരിടുക? അതായത് വിധി തെറ്റായിപ്പോയി, വിധി എഴുതിയത് തെറ്റായിപ്പോയി എന്ന് പറയുമ്പോൾ വിധി എഴുതിയ ഭാഗത്തിന് വാദിക്കാൻ അവിടെ ഒരു സോഴ്സ് ഉണ്ടല്ലോ. അതായത് വ്യക്തമായി എവിഡൻസ് കൊണ്ടുവന്നിട്ടില്ല, കോൺട്രഡിക്ഷൻ ഉണ്ടായി, വൈരുദ്ധ്യങ്ങളുണ്ടായി എന്ന് പറയുന്ന സോഴ്സ് അവിടെ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള വിധിയാണത്. വൈരുദ്ധ്യങ്ങളെ, സത്യവിരുദ്ധങ്ങളെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് വിധി തയ്യാറാക്കിയതല്ലേ. ഈ വൈരുദ്ധ്യങ്ങളിലേക്ക് അപ്പലേറ്റ് കോടതി, ഹയർ കോടതി എത്തിച്ചേരണം. ഈ വൈരുദ്ധ്യങ്ങൾ എവിടെ നിന്നാണ് സംഭവിച്ചിരിക്കുന്നത്? എന്താണ് അതിൻ്റെ പിന്നിലുണ്ടായ ലക്ഷ്യം? എന്താണ് അതിൻ്റെ പിന്നിലുണ്ടായ ഭയം? ഈ വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാനുണ്ടായ ഭയം എന്താണ്? ഈ വൈരുദ്ധ്യങ്ങൾ ആർക്കു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്? ഇതൊക്കെ അവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ട പ്രധാന കാരണങ്ങളാണ്. ഇതിനകത്ത് ഇനി മേൽക്കോടതികൾ ഏതൊക്കെയാണുള്ളത്? സുപ്രീം കോടതിക്കും മുമ്പ് ഇപ്പോഴത്തെ കോടതി, ഇപ്പൊ നമ്മുടെ വിധി വന്നിരിക്കുന്ന കോടതി, സുപ്രീം കോടതി. ഇനി അടുത്ത ഏത് കോടതിയിലേക്കായിരിക്കും? ഹൈക്കോടതിയിലേക്ക് പോകും. അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിലേക്ക് പോകും. സുപ്രീം കോടതി, ഈ ഹൈക്കോടതി സുപ്രീം കോടതിയുമാണ് ഇനി അവർക്കുള്ള രക്ഷയായിട്ടുള്ളത്. അതും അവിടെ എത്രമാത്രം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നിയമത്തെക്കുറിച്ച് അറിയില്ല, ഞാൻ വക്കീലല്ല, അതുകൊണ്ട് നിയമവശങ്ങളെ കുറിച്ച് ഞാൻ ചോദിക്കുകയാണ്. ഇതിനകത്ത് ഇതിനകത്ത് വേറൊരു ഈ വിധി തെറ്റായിരുന്നു എന്ന രീതിയിലൊരു വിധി വരാനുള്ള സാധ്യത എത്ര ശതമാനം ഉണ്ട്? ഇപ്പം പറഞ്ഞതിനകത്ത് മനസ്സിലായി അതെല്ലാം എഴുതി ചേർത്താണ് വിധി വന്നിരിക്കുന്നത്. അതുകൊണ്ട് എത്രമാത്രം ഉണ്ടെന്നൊരു ഡൗട്ട് ഇപ്പോഴും വക്കീലിനുണ്ടല്ലേ? അതായത് ഇപ്പം അപ്പീൽ കോടതിയിൽ പോകുമ്പോഴും വൈരുദ്ധ്യങ്ങളല്ലേ അവിടെ എത്താൻ പോകുന്നത്? വൈരുദ്ധ്യങ്ങളല്ലേ എത്താൻ പോകുന്നത്?
ഈ വൈരുദ്ധ്യങ്ങളെ കണ്ടെത്തി വൈരുദ്ധ്യങ്ങൾ മാറ്റിക്കൊണ്ട് ഈ വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് ആർക്ക് വേണ്ടിയാണോ എന്നുള്ളതോ വൈരുദ്ധ്യങ്ങളുടെ പിന്നിലുണ്ടായ കോൺസ്പിറസി എന്താണെന്നുള്ളതോ അതിൽ ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ള ഇതിനകത്ത് കുറേ പേര് ഇനിയും പ്രതി ചേർക്കപ്പെടേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കീഴ്ക്കോടതിയിൽ വന്നതിനേക്കാളും കൂടുതൽ പ്രതികൾ ഇനി അപ്പീൽ കോടതിയിൽ വരേണ്ടതുണ്ട്. കാരണം ഇവിടെ വേറെയും ക്രിമിനൽ കോൺസ്പിറസി നടന്നു. വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുക, തെളിവുകൾ കണ്ട് അത് നശിപ്പിച്ചിട്ട് കറക്റ്റ് സമയത്ത് ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ അത് നോട്ട് ചെയ്യപ്പെടാതിരിക്കുക, അറിയിക്കാതിരിക്കുക, ഇതും അവിടെ ക്രിമിനൽ കോൺസ്പിറസിയുടെ ഭാഗമായി നടന്നതാണ്. അപ്പം പ്രതികൾ ഇനിയും വീണ്ടും ചേർക്കപ്പെടും. ഇനിയും വേണ്ടതാണ്, ഇനിയും പ്രതികൾ ഇതിൻ്റെ അകത്ത് നിരക്കേണ്ടി വരും. അപ്പം ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതിനെയെല്ലാം മൊത്തമായി വിശകലനം ചെയ്ത് ഒരു നീതിയുക്തമായ വിധി തന്നെ ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്ന് തന്നെ ഉണ്ടാവും. കാരണം നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഹൈക്കോടതിയിൽ ഉണ്ടാകും. അത്രമാത്രം സ്റ്റുഡിയസ് ആയിട്ടുള്ള ജുഡീഷ്യൽ ഓഫീസേഴ്സ് നമുക്കുണ്ട്. കാരണം ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. കാരണം നമ്മൾ ഈ സംവിധാനങ്ങളിൽ അതാത് സമയങ്ങളിൽ അതാത് കാലഘട്ടങ്ങളിൽ ഇരിക്കുന്ന നീതിക്ക് വേണ്ടി ചിന്തിക്കുന്ന മനുഷ്യത്വം വറ്റാത്ത ഓഫീസേഴ്സ് നിലനിന്ന് നീതിക്ക് യുക്തമായി വിധിച്ചത് കൊണ്ടാണ് ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തന്നെ നടന്നു പോകുന്നത്. അത്തരം നീതിയുക്തമായ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഇപ്പോഴുമുണ്ട്. അവരുടെ കൈകളിൽ ഇതെത്തട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇത് നീതി ലഭിക്കുക തന്നെ ചെയ്യും. അതിജീവിതയ്ക്ക് നീതി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമാണ് അതിജീവിതയ്ക്ക് ഈ അതിജീവിതയുടെ ഈ നീതി ഈ ഒരു പർട്ടിക്കുലർ കേസിലുള്ള ഈ ഒരു പാർട്ടിക്ക് മാത്രമല്ല, നമ്മുടെ ഈ കേരളത്തിൽ മുഴുവനുള്ള ഇന്ത്യയിൽ മുഴുവനുള്ള അതിജീവിതമാർക്ക് മാതൃകാപരമായുള്ള ഒരു വിധിയായിരിക്കും ഇത്. മാതൃകാപരമായിട്ടുള്ള, അതുപോലെ ഇത്തരം കൊടും ക്രിമിനലുകൾക്ക് വാൺ ചെയ്തുള്ള ഒരു വിധിയും കൂടിയായിരിക്കണം. മാതൃകാപരമായ കോട്ടിങ്സോടുകൂടിയുള്ള ഒരു വിധിയായിരിക്കണം. മേലാൽ ഒരു സ്ത്രീയും ഒരു പെൺകുട്ടിയും ജോലി സ്ഥലത്തോ പുറകോട്ട് മാറാനോ പ്രതികരിക്കാനുള്ള അവരുടെ ശക്തിയും കഴിവും മുന്നോട്ട് വരുവാനുള്ള ആർജവവും, അതുപോലെ മേലിൽ ഒരു സ്ത്രീയോ ഒരു പെൺകുട്ടിയെയോ ജോലി സ്ഥലത്തോ താമസിക്കുന്ന സ്ഥലത്തോ അവൾ ജനിച്ചു വീണ ഭൂമിയിലോ പീഡിപ്പിക്കാൻ ഒരു ക്രിമിനലും ഉടലെടുക്കാത്ത രീതിയിലുള്ള മാതൃകാപരമായുള്ള വിധിയായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉണ്ടാവണം. അപ്പോൾ വളരെ നല്ലൊരു ചർച്ചയായിരുന്നു. അപ്പോൾ വീണ്ടും നമുക്കിനി അടുത്ത ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന സാക്ഷികൾ കാണിച്ച അട്ടിമറികൾ, വിധി ആദ്യം പറഞ്ഞ പോലീസിന് കൊടുത്ത മൊഴിയും കോടതിയിൽ കൊടുത്ത മൊഴി, അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിജീവിതം നേരിട്ട ക്രൂരമായ പീഡനങ്ങൾ എന്തൊക്കെയാണ് അത് എണ്ണി പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നതിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ കൂടെ നമുക്ക് അടുത്തടുത്ത ലക്കങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പാടില്ല. ചെയ്യാം തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടണം. കാരണം ജനങ്ങൾ ബോധവാന്മാരാകണം. ബോധവാന്മാരാകുക എന്ന് പറയുമ്പോൾ ശരിയായ രീതിയിൽ വേണം ബോധവൽക്കരിക്കപ്പെടാൻ. മിസ്ലീഡ് ചെയ്യപ്പെടരുത്. യഥാർത്ഥ വശം എന്താണെന്ന് ശരിയായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടണം. നല്ല നല്ല ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വരണം. ആ ചർച്ച ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി, മാറ്റങ്ങൾക്ക് ഭാഗമായി മാറണം. എന്നാൽ മാത്രമേ ആ ചർച്ച വിജയിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവിധ നന്ദിയും. താങ്ക് യു. ജനങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റി. ബാക്കി ദിലീപ് കേസിന്റെ ബാക്കി ഭാഗങ്ങൾ ഞങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.